ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ മാളട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ, അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു സംഭവം നടന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ വയ്ക്കാൻ നേരത്ത് പാല് വിരിഞ്ഞു പോയി. എന്നാൽ ഇന്നെന്തായാലും അവധി ദിവസമല്ലേ, നമുക്ക് പുറത്ത് പോയൊരു കാലിച്ചായ കുടിക്കാൻ തന്നെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും ഓർത്തു എന്നാൽ പിന്നെ പുറത്ത് പോയേക്കാം. എന്നാൽ അങ്ങനെ ഞങ്ങളിതേ പുറത്ത് പോയി ഒരു കാലിച്ചായ കുടിച്ചിട്ട് വന്നു കേട്ടോ. വന്ന ഉടനെ ഞാൻ വേഗം ഉണ്ടാക്കാൻ കയറി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഇന്ന് ധൃതിയുള്ളൊരു ദിവസമാട്ടോ. മാളുവിന് സ്കൂളിൽ പ്രാക്ടീസിന് കൊണ്ടുപോയാക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം വേഗം ഉണ്ടാക്കാനുള്ള പരിപാടിയില്ലാട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ചത്തേക്ക് എനിക്ക് എളുപ്പം അതാണ്. വെള്ളിയാഴ്ച ഇച്ചിരി സ്ലോ ആയ കാരണം ദോശ ഇതിലേക്കാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് മാവുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പരിപാടി പെട്ടെന്ന് അങ്ങ് കഴിയും കേട്ടോ. ഇച്ചിരി കഴിഞ്ഞേരം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീത്തയാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് ചൂടാക്കി. പിന്നെ ദോശ, സാമ്പാറുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും ഒറ്റയടിക്ക് അങ്ങ് തീർത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പണിയില്ലല്ലോ. പോയിട്ട് വന്നാൽ ചിലപ്പോൾ താമസിക്കുമായിരിക്കും കേട്ടോ. കാരണം അവർ പ്രാക്ടീസിന് കയറി കഴിഞ്ഞാൽ പറഞ്ഞ സമയത്തൊന്നും വിടില്ല. അത് കാരണം എന്തായാലും താമസിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ പരിപാടികളൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. ദോശ എനിക്ക് ചേട്ടനും ഇങ്ങനത്തെ തട്ട് ദോശ പോലെ ഉണ്ടാക്കും കേട്ടോ. മാളുവിന് ഗീ റോസ്റ്റാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനിടയിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ആ ചിക്കനും കൂടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി പരിപാടി വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോയി. പിന്നെ മാള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മാളിന് ഇങ്ങനത്തെ ദോശയാണ് ഇഷ്ടം. നെയ്യൊക്കെ പുരട്ടിയുള്ള ഇങ്ങനത്തെ ദോശയാണ് ഇഷ്ടം. അപ്പോൾ അത് സെറ്റാക്കി കേട്ടോ. പിന്നെ അടുക്കളയിൽ ഈ പരിപാടിയും കൂടെ മാളുവിനും കൂടെ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാൻ പോകണം. മാളുവിന് ഇങ്ങനത്തെ ദോശ സാമ്പാറും ഒക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഇനി ഞാനും അനീഷേട്ടനും കൂടെ കഴിക്കുകയാണ്. മാളിൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞു. മാള് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. ഇന്ന് അധിക സമയമൊന്നുമില്ല സംസാരിച്ചിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ കഴിച്ച് ഇറങ്ങി. ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയായി. ഇനി നേരെ സ്കൂളിലേക്കാണ് കേട്ടോ. സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോസ്റ്റാവും മിക്കവാറും. കാരണം ഇവർ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാണ് പോണേ. എപ്പോൾ വിടുമെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ മാളുവിൻ്റെ സ്കൂളിലേക്ക് പോകാം കേട്ടോ. മാളുവിൻ്റെ സ്കൂളിൽ മാളുവിന് ഡാൻസ് ഉണ്ട്. നാളെയാണ് പ്രോഗ്രാം. അതിൻ്റെ ചൂടാട്ടോ. വണ്ടി കയറിയിട്ട് പുഴുങ്ങുന്നുണ്ട്. ഇവിടെ ഇരുന്നെല്ലാവരും കുട്ടി ഇതേ അവിടെ ഇരുന്ന് പുഴുങ്ങുന്നുണ്ട്. കുട്ടി ഇപ്പം നമ്മൾ സ്കൂളിലേക്കാണ്. ഇന്ന് 1 മണിക്കൂർ മാളുവിന് പ്രാക്ടീസ് ഉണ്ട്. നാളെയാണ് പ്രോഗ്രാം. പിന്നെ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കണം. അപ്പോൾ എല്ലാം കൂടെ ഇന്നാണ്. മാളുവിൻ്റെ കോസ്റ്റ്യൂം തന്നെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം എടുക്കണം. പിന്നെ പ്രാക്ടീസ്. നാളെയാണ് പ്രോഗ്രാം. സ്കൂളിലേക്ക് അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെത്തിയിട്ടോ. സ്കൂളിൽ അത്യാവശ്യം പേരൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ ഹൗസ് തിരിച്ചൊക്കെ ഉള്ള പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തി. ഇച്ചിരി ലേറ്റായി പോയി. അതുകൊണ്ട് മാളൂട്ടി ഓട്ടത്തിലാണ്. അപ്പോൾ ഞാൻ മാളുവിനെ അവിടെ ആക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവരവിടെ പ്രാക്ടീസ് തുടങ്ങി. ഇനിയിപ്പോൾ 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ ഞാൻ അനീഷേട്ടനും കൂടി ഇവിടെ കിടന്നൊന്ന് കറങ്ങട്ടെ. അവിടെയാണ് കേട്ടോ ക്ലാസ്. നല്ല വെയിലാണ്. സ്കൂളിൽ 1 മണിക്കൂറായിരുന്നു. ബോറടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ അടുത്തുള്ള നെക്സ്റ്റ് വീട് വന്നു കേട്ടോ. ഓണത്തിൻ്റെ എന്തൊക്കെ സ്പെഷ്യൽ വന്നു നോക്കാം നമുക്ക്. ഈ സമയം കൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ കുറേ സ്കൂൾ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടോ നിറച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. കയറി ചെന്നപ്പോൾ കാണുന്നത് ഓഫറിൽ ഈ ഡ്രസ്സാണ് കേട്ടോ. ആളിൽ 2 നൈറ്റ് ഡ്രസ്സ്. ചുമ്മാ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. അത് ഫ്രീ ഇതല്ലേ, ഫേക്കല്ലേ. കളക്ഷൻ
വരുമ്പോൾ ഈ മാളൂന് ഞങ്ങളൊരു ബാഗും പിന്നെ നൈറ്റ് ഡ്രസ്സും എടുത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഉള്ളിലൊരു പൗച്ച് പിന്നെ ടിഫിൻ ബാഗൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങി ചുമ്മാ കയറിയതാണ്. 2 ഉടുപ്പ്, മാളൂന് 2 ഉടുപ്പ് ഓഫറായിരുന്നു കേട്ടോ. അപ്പം മാളൂന് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ചീത്തയായിട്ടുണ്ടായി. അപ്പം കിട്ടിയപ്പോൾ 2 എടുത്തു. പിന്നെ മാളൂന് ബാഗും മുഷായിട്ടുണ്ടായി. അപ്പോൾ ബാഗ് ഓഫറിൽ കിട്ടാറുമ്പോൾ അതും അങ്ങ് എടുത്തിട്ട് ഒരു ബാഗ്. അപ്പം ഇനി നേരെ മാളൂനെ വിളിക്കാൻ പോകണം. സമയം 12:51 ആയിട്ടുണ്ട്. നേരെ സ്കൂളിലേക്ക്. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് നെക്സ്റ്റ് കഴിയുന്ന നേരെ സ്കൂളിലേക്ക്. ഇപ്പം ഞാൻ പിന്നെയും സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇപ്പം സമയം 1:10 കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല വെയിലാട്ടോ. മാളൂരൊക്കെ ശരിക്കും സ്കൂൾ വിടുന്ന ടൈമിങ് ഇതാ. ഈശോ നല്ല വെയിലത്ത് ഈ പിള്ളേർ തന്നെ മാള് വരുമ്പോഴത്തേന് അതിന് മുഖത്ത് ക്ഷീണം അറിയണ്ട അവിടെ കഴിഞ്ഞു തോന്നണം. അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഒരു ഐസ്ക്രീമും കൂടെ മേടിച്ചു. ഇനി വീട്ടിലേക്ക് നമുക്ക് ചോറുണ്ണണം. ഉച്ചയായി, 8 മണിയായിട്ടോ. ഒരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ വീട്ടിൽ വന്നു, ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. ഇനി തയ്ക്കാനുള്ള പരിപാടി കേട്ടോ. ഓണത്തിനുള്ള ഡ്രസ്സ് അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തയ്ക്കണം. ഇപ്പം ഞാൻ തയ്ക്കുമ്പോൾ തലോണ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടും ബാക്കിൽ. അത് വരണ എപ്പോൾ തയ്ച്ചാലും അങ്ങനെ വെച്ച് കിട്ടും. എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർക്കും എന്നും തയ്ക്കുമ്പോൾ. അങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന സമയം പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ വേഗം പോയി സന്ധ്യ ആയപ്പോഴത്തേക്കും മേലൊക്കെ കഴുകി അന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. തയ്ക്കണതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ ഓരോ പണികൾ വരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകും കേട്ടോ. അത് കാരണം തയ്ക്കൽ പെട്ടെന്ന് തീരില്ല. അപ്പോൾ അതേ പിന്നെ തയ്യലൊക്കെ നിർത്തി ഞങ്ങളിത് റെഡിയായി. ഇനി ഒന്ന് പുറത്ത് പോകണം കേട്ടോ. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞു, ഒരു 7 മണിയൊക്കെ ആയി. അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊരു ഔട്ടിങ് ഉള്ളതാണ്. അപ്പം ഇന്ന് ഇനി ഔട്ടിങ്ങാണ്. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കേരള ഫെസ്റ്റ് കാണാൻ പോവാം കേട്ടോ. അപ്പം ഇന്ന് കേരള ഫെസ്റ്റും കൂടെ നമ്മുടെ വീഡിയോയിലുണ്ട്. രാവിലെ full day in my life. Yeah. രാത്രിയിലെ മസ്കറ്റ് യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. രാത്രിയിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ട് നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. മാബേല കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഈ കൂട്ടായ്മ ഇന്ന് അങ്ങനെ നമ്മുടെ ഓണപരിപാടി ഇത് ആദ്യത്തെ പ്രോഗ്രാമാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. മൈലാഞ്ചി ഇടുന്ന കണ്ടപ്പോൾ മാളൂന് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു. അതേ മൈലാഞ്ചി കുറേ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം മാള് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാളിൻ്റെ ഡിസൈൻ. അടിപൊളിയായിരുന്നിട്ട് അങ്ങനെ കുറേ ഉണ്ട്. കുറേ പായസ ഫെസ്റ്റ്, പിന്നെ കുറേ ഷോപ്പുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ, പിന്നെ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം. അങ്ങനെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. മൊത്തം കണ്ട നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചെന്നപ്പോൾ. അടിപൊളിയായിരുന്നേ. ചെറിയ മാറ്റമുണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രോഗ്രാമൊക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പായസമൊക്കെ മേടിച്ച് കുടിച്ചു. ഇനി കഴിക്കാനായിട്ട് പോരുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയൊക്കെ കണ്ടിറങ്ങി. തുർക്കിഷിൽ വന്നേക്കോട്ടെ കഴിക്കാനായിട്ട്. കൂടുതലും നമ്മളിവിടെ നിന്നാണ് ഔട്ട് സൈഡ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തിയിട്ടോ. ആള് മൈലാഞ്ചി ഇട്ടത് കഴുകി കളയാണേ. കഴിച്ചേ നല്ല കളർ വെച്ചിട്ടില്ല. നാളെ ആകുമ്പോൾ നല്ല കളർ വയ്ക്കും. അപ്പം ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്ന് നേരെ കിടന്നുറങ്ങും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ഒക്കെ. ടാറ്റാ, ബൈ ബൈ.